So ഒരു product you have built a lot of products in your life, right? About how do you go about design and development? Like maybe what stack do you use and how do you fundamentally think about it? And Okay. Yeah, so it's morely ഒരു personal നല്ല പേഴ്സണൽ ടേസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഓക്കെ, സോ ഇനിഷ്യലി ഒരു പ്രൊഡക്റ്റ് ഐഡിയ വരുമ്പോഴത്തേന് ഐ റൈറ്റ് ഇറ്റ് ഡൗൺ, ലൈക്ക് എവറിത്തിങ് അബൌട്ട് ദി ഐഡിയ, ലൈക്ക് അതെങ്ങനെയാണ്, ദ ടാർഗറ്റ് മാർക്കറ്റ് എന്താണ്, ലൈക്ക് ദി ഐഡിയൽ കസ്റ്റമർ ഹു യൂസസ് ഇറ്റ്, ജസ്റ്റ് റൈറ്റ് ഡൗൺ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ഏതാണ് പ്ലാറ്റ്ഫോം, ലൈക്ക് ഐ ഡു വയർ ഫ്രെയിം സ്കെച്ചസ് ലൈക്ക് ബട്ടൺസ് ഇവിടെ വരും, 3-4 ഫോംസ് ഇവിടെ വരും, അതൊക്കെ ഓൺ പേപ്പർ, ജസ്റ്റ് ഓൺ പേപ്പർ, ലൈക്ക് ഇനിഷ്യലി പേപ്പറിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വെൽ ഡിസൈൻഡ് തിങ്സിന് ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, ലൈക്ക് ഡ്രിബിൾ ആണെങ്കിലും പിന്നെ മോസ്റ്റ് പ്രോബ്ലി ഡ്രിബിൾ ബിഹാൻസ് അങ്ങനെ സൈറ്റ്സിൽ പോയിട്ട് നമുക്ക് ഈ നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ ലൈക്ക് സ്ക്രീൻഷോട്ട്സ് ഒക്കെ നോക്കും. അപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ലൈക്ക് വാട്ട്സ് ദി ഡിസൈൻ ലാംഗ്വേജ്. എക്സാക്ട്ലി. അപ്പം നമുക്കൊരു ലെറ്റ്സ് സേ ഇപ്പൊ ഒരു ഫിൻടെക് ആപ്പ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഭയങ്കര ഫ്ലാഷി കളേഴ്സും ഒരു ക്വർക്കി ഫോണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലെവൽ ഓഫ് ട്രസ്റ്റ് ഇൻ ഇറ്റ് ലൈക്ക് ഡിക്രീസസ്. അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റീവ്സിനെ നോക്കിയിട്ട് ലൈക്ക് വാട്ട്സ് ദി അണ്ടർലൈങ് ലാംഗ്വേജ്, ലൈക്ക് അണ്ടർലൈങ് ഡിസൈൻ എന്താണ്, അതിന്റെ ഒരു കാണുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ലൈക്ക് വൺ തിങ് ദാറ്റ് ഐ ലൈക്ക് റോട്ട് ഫോർ നെല്ലോ ഇസ് ലൈക്ക് ഇറ്റ് ഷുഡ് ഫീൽ ലൈക്ക് ഗ്രാനൈറ്റ്, ലൈക്ക് ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. സോ അങ്ങനത്തെ ഒരു ഫീൽ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് then I do is like നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് 3-4 സൈറ്റ്സ് എടുക്കും. ലൈക്ക് നമ്മൾ ഓരോരോ സെഷൻ നോക്കിയിട്ട് അതിനകത്ത് ഓരോ ഡിസൈൻ ലാംഗ്വേജ് ഇത് വെച്ചിട്ട് നമ്മുടെ തന്നെ ഒരു 3-4 കമ്പൈൻ ചെയ്തിട്ടും കേട്ട് ഡിസൈനിങ് എടുക്കും. ആൻഡ് റീഫാക്ടറിംഗ് യു എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, ദാറ്റ് ഹെൽപ്സ് റിയലി ഗുഡ് അറ്റ് ഡിസൈൻ. നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈക്ക് ഒരു 30% ബ്യൂട്ടിഫുൾ തിങ് ഒബ്ജക്റ്റീവ്ലി 80% ബ്യൂട്ടിഫുൾ തിങ് വരെ എങ്ങനെ കൊണ്ടുവരാന്നുള്ള സ്പേസിങ്, ടൈപ്പോഗ്രഫിയെ കുറിച്ചൊക്കെ ആ ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക് സ്റ്റാക്കിനെയാണ് ഐ വർക്ക് പ്രൈമർലി. ഞാൻ മൊബൈലും വർക്ക് ചെയ്യും, ബാക്ക് എൻഡ് വർക്ക് ചെയ്യും, ഫ്രണ്ട് എൻഡ് വർക്ക് ചെയ്യും. സോ ഇറ്റ്സ് ഫ്രണ്ട് എൻഡിൽ മോസ്റ്റ്ലി എലിക്സ്, ഫിനിക്സ്, ലൈവ് ആണ്, പിന്നെ റിയാക്ട് ഉണ്ട്. പിന്നെ ബാക്ക് എൻഡിൽ ഫിനിക്സ് തന്നെയാണ്. റീൽസ് കുറച്ച് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഇല്ല. പിന്നെ മൊബൈൽ ആപ്പ് റിയാക്ട് നേറ്റീവ് ആണ്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൾ ദി എക്സെപ്ഷൻ ഓഫ് ഫീനിക്സ് ലൈവ്. ഐ തിങ്ക് ബാക്കിയെല്ലാം മെച്ചൂർ പ്രൊജക്ട്സ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ട്രൈ ഓൺ ചെയ്യണം, പുതിയ പ്രൊഡക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതുപോലെ മെച്ചൂർ ടെക് സ്റ്റാക്സ് നോക്കിയാൽ മതി. അതായത് മേ ബി റിയാക്ട് നേറ്റീവ് ഒക്കെ. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ഞാൻ ഇപ്പൊ പിക്മയിലൊന്നും ഡിസൈൻ ചെയ്യാറില്ല, ഈ പേപ്പർ നോക്കിയിട്ട് ലൈക്ക് നമ്മുടെ മനസ്സിൽ കാണും. സോ ഐ തിങ്ക് ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ്. ഡിസൈൻ ടു ഡെവലപ്മെന്റ് വരുമ്പോൾ നമുക്ക് നടുക്കത്തെ സാധനം നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ലെവൽ ഓഫ് ഇറ്ററേഷൻ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ പറ്റും. കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതാണ്, ടൈപ്പോഗ്രഫി ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും കോഡിലാകുമ്പോഴത്തേനും എളുപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഐ തിങ്ക് ഇസ് ആൻ അഡ്വാൻറ്റേജ്.